കുടുംബത്തിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ കുടുംബത്തിനകത്ത് ചില സ്ട്രക്ചറുകൾ നിർണ്ണയിച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചറുകൾ പിന്തുടരാൻ നമ്മൾ തയ്യാറാവണം. ആ റോളുകളാണ്. ആ റോള് പുരുഷനും സ്ത്രീക്കും കൃത്യമായ റോളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണ്ണയിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനോട് പറഞ്ഞു, പുരുഷൻ അവൻ്റെ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ്. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെയും കുട്ടികളുടെയും ഭരണാധികാരിയാണ്. ഭരണാധികാരിയാണ്. ഇതൊരു പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിൽ നിന്ന് ആര് മാറിയോ അത് ആ കുടുംബത്തിൻ്റെ താളം തെറ്റിക്കും. കാരണം വേറെ ഒരു പണിക്കും ആരും പോകണ്ട എന്നുള്ളതല്ല. ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു പുരുഷൻ പറയാണ്, ഉദാഹരണത്തിന് ഞാൻ ഇനി മുതൽ നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിലെ അംഗമായ ഒരു പുരുഷൻ ഭർത്താവ് അദ്ദേഹം മുഴുവൻ സമയം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നാൽ ജീവിച്ചു പോകാനുള്ള ചിലവിലൊന്നും കിട്ടൂല. അത് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറലാണ്. അത് പുരുഷൻ്റെ ഉത്തരവാദിത്തം ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ള സാമ്പത്തികമായ ഉത്തരവാദിത്തമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരവാദിത്തം അത് ഭർത്താവിൻ്റെ വീടിൻ്റെയും കുട്ടികളുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു പെണ്ണ് തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി മുതൽ ജോലിക്ക് പോവാണ്, മറ്റേതൊക്കെ കുറച്ച് ഡിലേ ആക്കാമെന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. ഈ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ബാക്കി എന്തിലേക്ക് പോയാലും കുഴപ്പമില്ല. അവർ ജോലിക്ക് പോയിക്കോട്ടെ, കച്ചവടത്തിന് പോയിക്കോട്ടെ, രാഷ്ട്രീയത്തിന് പോയിക്കോട്ടെ, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോയിക്കോട്ടെ, ഈ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് മറ്റെന്ത് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോയാലും അത് പ്രശ്നമില്ല. പക്ഷേ രണ്ടു പേരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറുമ്പോൾ, അല്ലെങ്കിൽ രണ്ടിലൊരാൾ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുമ്പോൾ അത് ആ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നതാണ്, ആ കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.